അല്ല, അതിനിടയ്ക്ക് ചില ആൾക്കാർ പറയുന്നത് ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്, ഹാർട്ടിന് കുഴപ്പമുള്ളൂ. അതെന്താ അങ്ങനെ? അതിന്റെ ശരിക്കുള്ള കാരണം വേറെ. ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്ന സാധനല്ലേ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പതുക്കെ ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ബ്ലോക്ക് ഇങ്ങനെ കൂടി 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 ആദ്യം 70 ബ്ലോക്ക്, 80 ബ്ലോക്ക്, 90 ബ്ലോക്ക്, 95 ബ്ലോക്ക്, 98 ബ്ലോക്ക്, 100 ബ്ലോക്ക്, അങ്ങനെയല്ല. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഈ സംഭവം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഹാർട്ട് പെട്ടെന്ന് അടിച്ചടിച്ച് ആൾക്കാർ ഞെട്ടി വരുന്നത്. ഈ ഒരു സംഭവം മൊത്തം ഈ സിസ്റ്റമാണ് അത്ര ഹാർട്ടിന്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന ഈ CRTD എന്നുള്ള ഓമന പേരിൽ പറയുന്ന ഐറ്റം. അതെന്താണെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. അപ്പൊ 10 ചോദ്യങ്ങൾ ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കാം, റാപ്പിഡ് ഫയർ പോലെ ചോദിക്കാം. ഓക്കെ. ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ പറയുന്ന മുട്ടയുടെ മഞ്ഞ കഴിക്കാം, മുട്ട കഴിക്കാം, അതൊക്കെ സത്യമാണോ? ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, സ്മോക്കിംഗ് പ്രശ്നമാണോ? 6 ഇരട്ടി റിസ്ക് ആണ്. ഡയമണ്ട് കട്ടർ എന്നൊക്കെ പറയുന്നത് സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട്? എല്ലാ മെഡിസിൻസും നമ്മളൊക്കെ കഴിക്കില്ലേ? ഞാനും കഴിക്കുന്നുണ്ട് ഹാർട്ടിന്റെ മെഡിസിൻ. ആൻജിയോഗ്രാം ചെക്ക് ചെയ്തു, ചെറിയ ബ്ലോക്ക് ഉണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. കഴിക്കാണ്ട് എന്താ ചെയ്യാ? അപ്പൊ അത് ഇപ്പൊ ശരിക്കും മെഡിസിൻ കഴിക്കുന്നത് ഒരു കഷ്ടപ്പാടായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു 10-30 കൊല്ലം മുമ്പ് ഈ മെഡിസിൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത് മെഡിസിൻ കഴിച്ചിട്ട് കുറെ കാലം ജീവനോടെ ജീവിക്കുന്നു. ഹായ് എവ്രിവൺ, നമ്മള് ഇന്ന് വേൾഡ് ഹാർട്ട് ഡേന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഹാർട്ട് ഫോർ ആക്ഷൻ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് ഈ ഹാർട്ടിനെ കുറിച്ചുള്ള, ഹൃദയത്തെ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫില് എന്ന് നമുക്കൊരു കൂട്ടം, ഇല്ലെങ്കിൽ നമ്മളോട് വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ഒരു 3-4 കാർഡിയോളജിസ്റ്റുമാരോട് ചോദിച്ചാലും, അതൊരു ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുമാരാണെങ്കിലോ അല്ലെ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് ഡോക്ടേഴ്സിന്റെ അടുത്താണ്. മുന്നേ നമ്മൾ പരിചയപ്പെട്ട് അറിയുന്ന ഡോക്ടേഴ്സ് തന്നെയാണ്. അപ്പൊ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർവെൻഷണൽ കാർഡിയോളജി അറ്റ് ആസ്റ്റർ മിംസ് കോട്ടക്കൽ, ഡോക്ടർ തഹസീനെയാണ്. ഹായ് ഡോക്ടർ. അപ്പൊ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്, അത് കുറെ പ്രാവശ്യമായി കാണുന്നത്. അപ്പൊ ഡോക്ടറുടെ എല്ലാ വീഡിയോസ് കണ്ടാലും ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്, അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണാനുള്ളൊരു. അപ്പൊ ഡോക്ടറുടെ കൂടെ ഇന്നിപ്പോ നമുക്കൊരു വേറെ ടീമും കൂടി. നമ്മളിപ്പോ ഓരോ പ്രാവശ്യം നമ്മുടെ ടീം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം 8 പേരുണ്ട്. അപ്പം അതിൽ 4 പേരെ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ള ഒരു കേസിലാണ്. ഡോക്ടർ സുഹൈലിനെ എല്ലാവർക്കും അറിയാം, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്. ഡോക്ടർ ഗഗൻ, ഡോക്ടർ മുസ്തഫ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റുകളാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും ഓരോരോ ടാസ്കുകളുണ്ട്. എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ ഈ ഇന്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറയുമ്പോഴും സാധാ കാർഡിയോളജി എന്ന് പറയുമ്പോഴും ബേസിക് ആയിട്ട് എന്താണ് അതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് വ്യത്യാസമില്ല, കാരണം മിക്കവാറും കാർഡിയോളജിസ്റ്റുകളൊക്കെ ഇന്റർവെൻഷൻ ചെയ്യും. അപ്പോൾ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ ഇപ്പം പുറത്തൊക്കെ ഇന്റർവെൻഷൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ OP കാണുന്നു, എക്കോ കാണുന്നു, TMT കാണുന്നു, ICUലെ പേഷ്യൻസിനെ, IP പേഷ്യൻസിനെ കാണുന്നു, അതിൽ നിർത്തുന്നു. ആൻജിയോഗ്രാമോ, ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ പേസ് മേക്കറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇന്റർവെൻഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യാത്ത ഡോക്ടേഴ്സിന് നോൺ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചാലും നമ്മളൊരു 4 പോയിന്റ്സ് നമ്മുടെ ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് ഒരു 4 ആൾക്കാർക്ക് അറിയാത്ത സ്പെഷ്യലായ, അറിയാത്തതെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടാവും. പക്ഷെ എനിക്ക് പലപ്പോഴും ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അതിലെന്താ എന്റെ ഗുണം എന്ന് വെച്ചാല്, ഇപ്പം ഓരോ അസുഖത്തിനും ഒരു എക്സിസ്റ്റിംഗ് ചികിത്സ ഉണ്ടാവും. അപ്പൊ അതിനേക്കാളും പുതിയ നല്ലൊരു ചികിത്സ, ഇപ്പൊ ഉള്ളതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചികിത്സ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എന്തായാലും അതുള്ള ഒരു രോഗിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. അങ്ങനത്തെ ഒരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ഒരു എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും. ഈ ലേറ്റസ്റ്റ് ആയ ടെക്നോളജീസ് അറിയുമ്പോൾ നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ വരുന്ന പോലെ, AI വന്ന പോലെ. ഇന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ റെക്കോർഡിംഗിലാണ് മറ്റേ ആപ്പിളിന്റെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടൻസ്. ഞാൻ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആപ്പിൾ എന്താ അനൗൺസ് ചെയ്ത് നോക്കാൻ വേണ്ടി നിൽക്കാം. നമ്മളിപ്പോ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ കാർഡിയോളജി, ഇന്റർവെൻഷണൽ കാർഡിയോളജി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 4 കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്യാൻ പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളുടെ ഫോക്കസ് തന്നെ, ഡിപ്പാർട്ട്മെന്റിന്റെ ഫോക്കസ് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പം പലപ്പോഴും ഡെവലപ്പ് ആവുക അമേരിക്കയിലായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്പിലായിരിക്കും. അവിടെ പോവുക, അത് പഠിക്കുക, അത് തിരിച്ചിവിടെ കൊണ്ടുവരിക, എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ അതിൽ അങ്ങനെ വരുന്ന ഒരു പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന 4 കാര്യങ്ങളിൽ ഒന്ന് ടാവി പറയും. ടാവി എന്ന് പറഞ്ഞാൽ നമ്മൾ അയോർട്ടിക് വാൽവ്, ഹാർട്ടിന്റെ പ്രധാനപ്പെട്ട വാൽവ് അടയുമ്പോൾ അത് പണ്ടൊക്കെ സർജറി ചെയ്ത് ഒഴിവാക്കിയിരുന്നു, ശരിയാക്കിയിരുന്നു. ഇപ്പൊ സർജറി ഇല്ലാണ്ട് വാൽവ് മാറ്റി വെക്കല്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഞാൻ പറയാം. 2, ഒരുപാട് ആൾക്കാർക്ക് ഉള്ള ഒരു പ്രോബ്ലമാണ് ബൈപ്പാസ് ഓപ്പറേഷൻ. ഭയങ്കര പേടിയാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റി വെച്ചിട്ട് ഈ ബൈപ്പാസ് ഓപ്പറേഷൻ ഇല്ലാണ്ട് എങ്ങനെ ബ്ലോക്ക് മാറ്റാം, ഡോക്ടർ സുഹൈൽ പറഞ്ഞുതരും. പിന്നെ 3ാമത്തത്, നമ്മൾ മിടിപ്പൊക്കെ തെറ്റുന്ന ആൾക്കാർക്ക് പേസ് മേക്കേഴ്സ് വെക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയൊരു പ്രൊസീജിയർ ആയിരുന്നു മുമ്പ്.
അപ്പോൾ അത് എളുപ്പത്തിൽ ഒരു മുറിവ് കാര്യമായിട്ട് മുറിവൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് വളരെ ടൈനി ആയിട്ടുള്ള ഒരു മൈക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേസ് മേക്കറിനെ കുറിച്ച് ഡോക്ടർ ഗഗൻ പറയും. ഒക്കെ കാണിച്ചു തരാം. ഈ പറയണൊക്കെ കാണിച്ചു തരാം. പിന്നെ നാലാമത്തത് നമ്മൾ പമ്പിങ് ഒക്കെ കുറഞ്ഞ ആൾക്കാർക്ക് ഹാർട്ട് പെട്ടെന്ന് സ്റ്റക്ക് ആയിട്ടുള്ള ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഹാർട്ട് സ്റ്റക്കായി അപകടം പറ്റി അതൊക്കെ വരാതിരിക്കാനും അങ്ങനെ അവരുടെ പമ്പിങ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്, CRTD എന്ന് പറഞ്ഞിട്ട്. അതിനെ കുറിച്ച് ഡോക്ടർ മുസ്തഫയും പറയും. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് AI പോലെ നമുക്ക് 4 പ്രൊസീജിയേഴ്സ് കിടക്കാം. അപ്പൊ ആദ്യം സാറ് പറഞ്ഞു ടാബി. അത് കേൾക്കുമ്പോ തന്നെ ഒരു ചെറിയൊരു പേരിട്ടിട്ട് ക്യൂട്ടായ ഒരു പേര്. അപ്പൊ നമ്മുടെ ഈ അയോട്ടിക് വാൽവുമായിട്ട് റിലേറ്റ് ആകും. അല്ല, അതിലേക്ക് പ്രൊസീജിയറിൽ എത്തുന്ന മുമ്പ് ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യന് കേടാവുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അതായത് നമുക്ക് നമ്മളുടെ വാൽവ് ആക്ച്വലി വർഷങ്ങൾ വർക്ക് ചെയ്യണം. ഒരു ദിവസം ഒരു 1.5 ലക്ഷം പ്രാവശ്യം പിടിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പ്രാവശ്യം വാൽവ് തുറന്നടഞ്ഞ് നിൽക്കുകയാണ്. ഈ അടയുമ്പോൾ ഇടിക്കുകയാണല്ലോ ചെയ്യണം. അങ്ങനെ അടിച്ചടിച്ച് ഡീജനറേഷൻ വരും, അതായത് പഴക്കം വരുമ്പോൾ ഒരു 50, 60, 70 വയസ്സൊക്കെ എത്തുമ്പോഴേക്കും വാൽവിന് ഡാമേജ് വന്നിട്ട് വാൽവ് തുറക്കണത് കുറഞ്ഞ് വാൽവ് അധികം തുറക്കാണ്ടാവും, അതിനും തുറക്കാണ്ടാവും. അതാണ് ഒരു കാറ്റഗറി. പിന്നെ ബൈക്കസ്പിഡ് അയോട്ടിക് വാൽവ് പറഞ്ഞാൽ ജന്മന വാൽവിന് കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഈ അസുഖം കുറച്ചുകൂടി നേരത്തെ വരും, ഒരു 60-ലൊക്കെ വരും. മറ്റേത് ഒരു 70-80 അങ്ങനെ ആണ് വരിക വയസ്സുകൾ. അപ്പോൾ അങ്ങനെ വാൽവ് തുറക്കാതാവുമ്പോൾ എന്ത് സംഭവിക്കും? ഹാർട്ട് നല്ലോണം പ്രസ് ചെയ്താലേ ബ്ലഡ് പുറത്തു പോകുള്ളൂ. ശരിക്കും വാൽവ് നന്നായി തുറന്നാൽ ഈസി ആയിട്ട് പോകും, ഒറ്റ അമർത്തുമ്പോഴേക്കും പോകും. ഇത് വളരെ ചുരുങ്ങിയ ഒരു ദ്വാരത്തിലൂടെ വേണം ഹാർട്ടിന് അപ്പുറത്തേക്ക് അടിച്ചു കയറ്റാൻ. അപ്പോൾ ഹാർട്ടിന്റെ ഉള്ളിലത്തെ പ്രഷർ കണ്ടമാനം കൂടും. ഹാർട്ടിന്റെ ഉള്ളിൽ പ്രഷർ കൂടുമ്പോൾ ബാക്കിലൊക്കെ പ്രഷർ കൂടും. ഓട്ടോമാറ്റിക്കലി പേഷ്യന്റ് കിതപ്പ് വരും, നടക്കുമ്പോൾ നെഞ്ഞുവേദന വരും, നടക്കുമ്പോൾ തല കറങ്ങുന്ന മാതിരി ഉണ്ടാവും, അതുപോലെ അങ്ങനെ കിതപ്പും രക്തം കിട്ടാത്ത അവസ്ഥ അതൊക്കെ വരും ഈ പ്രശ്നങ്ങൾ. അപ്പോൾ കുറേയൊക്കെ ഹാർട്ട് പിടിച്ചു നിൽക്കും. ഇതിന്റെ ഉള്ളിൽ കൂടി പ്രസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഹാർട്ടിന് വയ്യാണ്ടാവും. ഹാർട്ടിന്റെ പമ്പിങ് താഴെ പോയി ഹാർട്ട് മുഴുവൻ മോശമാവും. അപ്പൊ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയല്, ഇപ്പൊ വാൽവിനെ തകരാറുള്ളൂ, ഇനി ഹാർട്ട് മുഴുവൻ കേടാക്കിയിട്ട് കൊണ്ടുവരരുത്. ഇപ്പൊ വാൽവ് മാത്രം മാറ്റിയാൽ മതി. കുറച്ച് കഴിയുമ്പോൾ ഹാർട്ട് മുഴുവൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് എത്തുന്നതിന് മുമ്പ് എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, കിതപ്പൊക്കെ ഉണ്ടാകുമ്പോൾ എക്കോ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ പൊതുവെ ഒരു 60 വയസ്സായ ആൾക്കാരിലാണ് 60 മേലേക്കാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇതിങ്ങനെ കണ്ടെത്തി പ്രായമായി ഇത് വാൽവിന് പ്രശ്നമുണ്ട്, എക്കോ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തി, ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ടാണോ അതോ? നമ്മൾ എക്കോ കഴിഞ്ഞാല് നമുക്ക് ഇത് മനസ്സിലായി, ഇത് വാൽവ് ഭയങ്കര അടവാണ്, ഈ വാൽവ് ആൾക്ക് കിതപ്പും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ ഈ വാൽവ് എന്തായാലും മാറ്റണം. അപ്പോഴാണ് പേഷ്യന്റ് നമ്മൾ 2 ഓപ്ഷൻ കൊടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് നെഞ്ഞു തുറന്ന് പണ്ട് ചെയ്യുന്ന മാതിരി നെഞ്ഞു തുറന്ന് ഹാർട്ട് തുറന്ന് വാൽവ് മാറ്റി പുതിയ വാൽവ് തുന്നിച്ചേർത്ത് അവിടെ വെക്കാം. അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ല എങ്കിൽ അതില്ലാണ്ട് കാലിന്റെ ഉള്ളിലൂടെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യണ മാതിരി ചെറിയ ട്യൂബ് കടത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ വാൽവ് കൊണ്ടിട്ട് നമുക്ക് വെക്കാം. കാണിച്ചു. ഇപ്പൊ ഈ കാണുന്ന സാധനല്ലേ, ഇത് വാൽവാണ്. ഇത് ഒരാളുടെ കാലിന്റെ അരക്കെട്ടിന്റെ ഭാഗമാണ് ഈ ഭാഗം. അപ്പൊ കാലിന്റെ ഈ സൈഡിലൂടെ നമ്മൾ ഒരു ചെറിയ ട്യൂബ് കടത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ വാൽവ് മേലേക്ക് കൊണ്ടുപോകണം. ഇതൊക്കെ കുറെ അതിന് വേണ്ട കുറെ സാധനങ്ങളാണ് അതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇതിവിടെ എത്തി, മേലെത്തി. ഈ വാൽവ് മേലേക്ക് ആ ഒരു വളവുണ്ട്, ഇതിലൂടെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരികയാണ്. ഇപ്പം ഈ വാൽവിന്റെ പൊസിഷൻ നോക്കുകയാണ് നമ്മൾ, താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ കറക്റ്റ് പൊസിഷനിൽ എത്തി. ഇനി നമുക്ക് ആ വാൽവ് അവിടെ വലുതാക്കണം. അതെ, ഹാർട്ട് മിടിക്കേണ്ടത് ഹാർട്ടിന്റെ ഏരിയ ആണ്. ഇവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തൊക്കെ കാണാം. പേഷ്യന്റ് മുമ്പ് ഒരു സ്റ്റെൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? വാൽവ് കറക്റ്റ് ആ പൊസിഷനിലാണ് നിൽക്കണേ. അപ്പൊ ഇപ്പുറത്തെ ഒരു വയറുണ്ട്. ഇനി നമ്മൾ വാൽവ് ഇവിടെ ഒരു പേസ് മേക്കർ ഒക്കെ വെച്ചിട്ടുണ്ടാവും, ചെറുതെ ടെമ്പററി. ആ സമയത്ത് നമ്മൾ വാൽവ് വെക്കണ സമയത്ത് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഈ വാൽവ് നമ്മളിപ്പോ വികസിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ബലൂണുകൾ വികസിക്കുന്നുണ്ടല്ലേ, ഇതിന്റെ ഉള്ളിൽ. അപ്പൊ വാൽവ് കറക്റ്റ് ആ വാൽവിന്റെ ഉള്ളിലാണ് ഈ ബലൂൺ. ഈ ബലൂൺ അങ്ങോട്ട് വികസിപ്പിക്കുമ്പോഴും വാൽവ് അപ്പുറം സൈഡിൽ പോയി പിടിക്കും. ആ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വാൽവ് അവിടെ തന്നെ നിൽക്കും. ഇതിപ്പോ ഇങ്ങനെ വലുതാക്കണേ, കണ്ടില്ലേ? വലുതാക്കി ഇത് വാൽവ് ഫിക്സ് ചെയ്തു, മനസ്സിലായില്ലേ? ഇനി ആ ബലൂൺ മാറ്റിയിട്ടുള്ള ഷോട്ടും കൂടി കാണിച്ചു തരാം. നോക്കൂ, ഇപ്പൊ വാൽവ് അവിടെ തന്നെ നിൽക്കുന്നു. ആ ബലൂണൊക്കെ എടുത്തു, പരിപാടി കഴിഞ്ഞു. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഇല്ല നിൽക്കുന്നുണ്ടല്ലേ, അത് ഭയങ്കര സ്ട്രോങ് ഫ്രെയിമാണ്. അപ്പൊ അത് കറക്റ്റ് ആ ഒറിജിനൽ വാൽവിന്റെ ഉള്ളിൽ പോയിട്ട് പുതിയ വാൽവ് ഇപ്പൊ വർക്കിംഗ് തുടങ്ങി, മനസ്സിലായില്ലേ? ഇതിന് ഒരുപാട് ഗുണമുണ്ട്. ഒന്നും വെച്ചാല് അനസ്തീഷ്യ കാര്യമായിട്ട് വേണ്ട. മറ്റേ സാധാരണ സർജറി പറഞ്ഞാൽ ജനറൽ അനസ്തീഷ്യ പോകണം, വെന്റിലേറ്ററിൽ പോകണം, ICU ഒരു അറ്റ്ലീസ്റ്റ് ഒരു ദിവസങ്ങളിൽ നിൽക്കണം, 5-6 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കണം, മുറിവുണ്ടാവും, അതൊന്ന് ഉണങ്ങിക്കിട്ടാൻ വെയിറ്റ് ഒക്കെ ഒന്ന് പൊന്തിക്കണമെങ്കിൽ മാസങ്ങൾ എടുക്കും. ഇതാ പരിപാടി ഒന്നുമില്ല. നമ്മൾ പേഷ്യന്റിന് കോൺഷ്യസ് സെഡേഷൻ കൊടുക്കും, ഒന്ന് ടെൻഷൻ ആവാതിരിക്കാൻ. പക്ഷെ പേഷ്യന്റിന് ഇൻഡിബേഷൻ ഒന്നും വേണ്ട, വെന്റിലേറ്റർ വേണ്ട. കാലിൻ്റെ ഉള്ളിലൂടെ ഈ ട്യൂബ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യമായിട്ട് മുറിവൊന്നുമില്ല. പിറ്റേന്ന് വീട്ടിൽ പോകാം.
ഒരാഴ്ച വേദനിക്കില്ല. വേദനിക്കില്ല, ഒരാഴ്ച കൊണ്ട് അവർക്ക് എന്തും ചെയ്യാം. ഓ. അപ്പൊ ഇത്രയും കാലം കിതപ്പൊക്കെ ഉണ്ടായിരുന്ന ആൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം. അതെ. കാരണം അവര് കിതപ്പൊക്കെ മാറി, കംപ്ലീറ്റ് മാറി, നെഞ്ഞത്തുനിന്ന് ഒരു വെയിറ്റ് എടുത്ത് പോയ പോലെ ഉണ്ട് എന്നൊക്കെ ഒരു അവര് പറയും. സമാധാനം. ചെറിയൊരു സ്പാനർ എടുത്തപ്പോ നേരേക്ക് തരാം. ഓക്കെ. അത് ഈ പറയുന്ന ലാഘവത്തോട് കൂടി കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്നതാണോ? നമുക്ക് അതെ, നമ്മളുടെ ഒരു സാധാരണ ഒരു വാൽവ് മാറ്റി വെക്കാൻ ഈ ടാവിയിലൂടെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ കൊണ്ട് പരിപാടി വരും. ഓ, ഓക്കെ. മാക്സിമം 1 മണിക്കൂർ മതി. ആ. അപ്പൊ അന്ന് നമ്മൾ അന്ന് രാത്രി ഐസിയുയിൽ നിർത്തിയിട്ട് ആ. പിറ്റേന്ന് രാവിലെ റൂമിലേക്ക് മാറ്റി ആ. അതിന്റെ പിറ്റേന്ന് വീട്ടിൽ പോകും. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. ആ. അപ്പൊ അധികം മൊത്തം പ്രോബ്ലംസ് കഴിഞ്ഞു. അത് ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. എനിക്ക് അതെ. ഇതിന്റെ ഫസ്റ്റത്തൊക്കെ കേൾക്കുമ്പോ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ല, ശരിക്കും കുറേ ദിവസം കിടന്ന് ഫുൾ അതെ, ഓപ്പറേഷൻ അതെ, ചെയ്ത് അതെ, കഷ്ടപ്പെട്ട് നമ്മുടെ ബുദ്ധിമുട്ടുണ്ട്. അത് മാറാൻ തന്നെ ഒരു 1.5 മാസം 2 മാസം എടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഒക്കെ മാറി, 2 കഥയെ ദിവസം മാറി, കൊണ്ട് അത് കംപ്ലീറ്റ് വളരെ ടെക്നോളജിയെ മാറി. ആ. ആ ഒരു പ്രയാസം കംപ്ലീറ്റ് വിട്ടു. ഓ. അപ്പൊ ആ വാൽവ് മാറ്റി വെക്കുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ആ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് തീർത്ത് 2 ദിവസം കൊണ്ട് വീട്ടിൽ പോണ ഒരു ലെവലിലേക്ക്. ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റിക്കോ തന്നെയാണ്. ആ. സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി എങ്ങനെ ചെയ്യാം? ആ. നമ്മൾ അഡ്മിറ്റ് ആവുന്നു, അനസ്തീഷ്യ ഒന്നുമില്ല, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ഐസിയിൽ നിൽക്കുന്നു, 2 ദിവസം കൊണ്ട് വീട്ടിൽ പോകുന്നു. അതെ. അതേപോലെ വാൽവ് മാറ്റി വെക്കുന്ന കാര്യം എത്തി. ഏതുപോലെ എന്ന് വെച്ചാൽ പണ്ട് ബൈപ്പാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആൻജിയോപ്ലാസ്റ്റി വന്നപ്പോൾ വളരെ ഈസിയായി. അതേപോലെ വാൽവ് മാറ്റി വെക്കൽ സർജറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് ടാവി വന്നപ്പോൾ ഈസി. അതെ. ഇനിയിപ്പോ നമ്മൾ പറയുന്ന അടുത്തത് ബൈപ്പാസിനെ കുറിച്ചാണ്. യെസ്, അത് ഡോക്ടർ സുഹേൽ പറഞ്ഞു. ഓക്കെ. അപ്പൊ സാറ് നമ്മളിപ്പോ ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെ ടൈപ്പ് പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യുന്നത്? ഒന്ന് നമ്മൾ പറഞ്ഞ CTO, നേരത്തെ പറഞ്ഞ ഹാർട്ട് ബ്ലോക്ക് ഇത് കാണിച്ചത്. അപ്പൊ ഒരു ആൻജിയോ ഇതിപ്പോ ആൻജിയോഗ്രാം ആണ്. ഹാർട്ടിന്റെ വലതുവശ രക്തക്കോയിലാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കത്തിശ്ശേരിയ ട്യൂബാണ് ആൻജിയോഗ്രാമിന് വേണ്ടിയിട്ട്. ഈ രക്തക്കോയിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇത്രയുണ്ടാവും രക്തക്കോയിലാണ്. ഇത് ഹാർട്ടിന്റെ വലതുവശ രക്തക്കോയിലാണ്. ഇത് 2ആയിട്ട് മാറും. അപ്പൊ ഇത്രയും ഏരിയയിൽ ഇപ്പൊ നമ്മൾ രക്തമൊന്നും കാണുന്നില്ല, വെച്ചൊന്നും കാണുന്നില്ല. ഇവിടെ 100% അടഞ്ഞെടുക്കുക. പക്ഷേ ഈ ബ്ലോക്ക് ഇപ്പൊ അടഞ്ഞല്ല, ഈ പേഷ്യന്റ് വർഷങ്ങൾക്ക് മുമ്പ് അടഞ്ഞ ബ്ലോക്കാണ്. ഇത് ക്രോണിക് ബ്ലോക്കാണ്. അപ്പൊ ഇത് നമുക്ക് സാധാരണ ആൻജിയോപ്ലാസ്റ്റിക്ക് തുറക്കാൻ കഴിയില്ല, കാരണം ഹാർഡല്ലേ, സാധാരണ തുറക്കാൻ കഴിയില്ല. ഇതിന് നമ്മൾ അഡ്വാൻസ്ഡ്, നേരത്തെ പോലെ അത്രയും ഉറച്ച സിമെന്റ് ഉറച്ചതാണ്. അപ്പൊ ഇതിന് നമ്മൾ അഡ്വാൻസ്ഡ് ആൻജിയോപ്ലാസ്റ്റി, അതിന് വല്ല പ്രത്യേകിച്ച് ഡ്രില്ല്, സ്പെഷ്യൽ വയറുകളുണ്ട്, കമ്പി പോലത്തെ കമ്പിപ്പാര എന്ന് പറഞ്ഞ കമ്പി പോലത്തെ വയറുകളുണ്ട്. പിന്നെ തുറന്ന് ഡ്രില്ല് മെഷീൻ പോലെ ഡ്രില്ല് ചെയ്ത് നമ്മൾ തുറന്ന് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ, ഇത് മൊത്തം ഓപ്പൺ ആയി ഫുള്ള് തുറന്നു. ഇതിപ്പോ നമ്മൾ പറയാൻ ഈസിയാണ്. നേരത്തെ പറഞ്ഞില്ല, എമർജൻസി 15 മിനിറ്റ് ഉണ്ടാവും. ഇത് തുറക്കാൻ നമുക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ ഉപയോഗിക്കും. ഇത് 4-5 ആൻജിയോപ്ലാസ്റ്റിയുടെ ഹാർഡ് വേസ്, ബലൂണുകള്, ഒരുപാട് വയറുകള്, അങ്ങനെ അതൊരു കോംപ്ലക്സ് ഒരു പ്രൊസീജിയർ. നമ്മളത് ചെയ്ത് ആക്ച്വലി ഇത് പറയാറ് പേഷ്യൻസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ് പറയാറുണ്ട്. കാരണം പലരും ഇത്ര സമയം എടുത്ത് ചെയ്യാൻ, ഈ സമയം കൊണ്ട് വേറെ 5-6 ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള സമയങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യുക രാത്രിയാണ്. രാത്രി 8 OP എല്ലാം കഴിഞ്ഞ് 8 മണിക്ക് തുടങ്ങി ചിലപ്പോൾ 10-12 മണിക്കാവും. 2-3 പേര് കയറും. ഈ പേഷ്യന്റ് ഒക്കെ സ്റ്റേബിൾ കോംപ്ലക്സ് ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് പല സപ്പോർട്ട് എല്ലാം അങ്ങനെ ചെയ്തിട്ട് ഫുള്ള് ചെയ്യാം. നമുക്ക് ഇതിലെല്ലാം നല്ല സക്സസ് ആയിട്ടുണ്ട്, നല്ല റിസൾട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഒരു ടൈപ്പ് ഓഫ് ബ്ലോക്ക്. വേറെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽഷ്യൽ ബ്ലോക്ക്. ഹെവി കാൽഷ്യം സാധാരണ ബ്ലോക്കുകൾ അല്ലല്ല, രക്തക്കോയിൽ ഇങ്ങനെ ബ്ലോക്ക് ഹാർഡായി കോംപ്ലക്സ് ആകുമ്പോൾ കാൽഷ്യം കൂടുതൽ ഫോം ചെയ്യും. അപ്പൊ കാൽഷ്യം നമുക്ക് സാധാരണ ബലൂൺ വെച്ച് പൊടിക്കും. സാധാരണ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ബലൂൺ കൊണ്ട് ബ്ലോക്കൊക്കെ പിടിച്ച് കളഞ്ഞ് അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യാം. അപ്പൊ ഇത് കാൽഷ്യം ഉള്ളത് കൊണ്ട് സാധാ ബലൂൺ പൊട്ടി അതിലുള്ള കട്ടി ഉണ്ടാവും. അപ്പൊ അതിനുള്ള സ്പെഷ്യൽ ബലൂണുകൾ ഉപയോഗിക്കും. അതുപോലെ നല്ല കാൽഷ്യം ഡ്രില്ലർ ഉണ്ട്, റോട്ട എന്ന് പറയും. നമ്മൾ ഇതുപോലെ കാണിക്കുക, ഇതിപ്പോ ഉണ്ടല്ലേ, ഇതിപ്പോ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന കാണാം. ഇത് ഡ്രില്ലറാണ്, ചെറിയൊരു ഡ്രില്ലറാണ്. അതൊരു ഡയമണ്ട് കട്ടറാണ്. ഡയമണ്ട് കട്ടർ ഒരു മിനിറ്റിൽ 1 lakh പെർ മിനിറ്റിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഡ്രിൽ ചെയ്ത് പൊടിച്ച് കാൽഷ്യം എല്ലാം പൊടിച്ച് കളയും. അപ്പൊ നമുക്ക് കാൽഷ്യം പൊടിച്ച് ക്ലീൻ ആയി കിട്ടും. പിന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ഈസി ആയി മാറും. ഇതാണ് ഒരു ടൈപ്പ് കേസ് വരുന്നത്. ഇതുണ്ട് നമ്മൾ ടെമ്പററി പേസ് മേക്കർ. ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ നമ്മൾ ചെയ്യും. അതെ, എന്താ വെച്ചാൽ ഇങ്ങനത്തെ പേഷ്യൻസിന് കോംപ്ലക്സ് ഇതല്ലേ, ചെയ്യുന്ന സമയത്ത് ഹാർട്ടിൽ നിന്ന് പോകാതിരിക്കാനും മാക്സിമം ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ അവരെ സേഫ് ആക്കി പ്രൊസീജിയർ ചെയ്യാം. ഇതാണ് റോട്ട എന്ന് പറയുന്ന സാധനം. നോക്കിയ കുഞ്ഞു സാധനല്ലേ, നമ്മൾ രക്തക്കോല് നേരത്തെ കാണാൻ വലുപ്പില്ല, എടുത്തുകൊണ്ടാൻ പറ്റില്ല, പെട്ടുണ്ടാൻ സമ്മതിക്കില്ല. ഈ രക്തക്കോല് കണ്ടില്ലേ, നല്ല ഇത് നമ്മൾ കാണുന്നില്ല. സാധാരണ രക്തക്കോല് 3 millimeter ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ഹാർട്ടല്ലേ. ഇതെല്ലാം സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഇതാണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് മെഷീൻ അത് കണക്ട് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളത് കൺട്രോൾ ചെയ്തിട്ട് ഡ്രിൽ ചെയ്ത് കാൽഷ്യം എല്ലാം പൊടിച്ച് കളയും. അപ്പൊ തന്നെ ഫുൾ റിമൂവ് ചെയ്ത് ബ്ലോക്ക് മാറും. പിന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി അങ്ങനെ
പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ചെയ്യും. ഇത് വന്നതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് കോംപ്ലക്സ് കേസുകൾ ഇതുപോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സക്സസ് ആയി മാറിയിട്ടുണ്ട്. പിന്നത്തെ വേറെ ടൈപ്പ് ഉള്ളത് ബൈഫ്രിക്കേഷൻ എന്ന് പറയും. ബൈഫ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് മെയിൻ ഭാഗത്തിൽ ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡ് രണ്ടായിട്ട് മാറുകയാണ്. രണ്ടായിട്ട് ആ മാറുന്ന മെയിൻ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴും പലപ്പോഴും ബൈപ്പാസ് ആണ് പറയാം. അപ്പൊ അതിന് നമ്മൾ ബൈഫ്രിക്കേഷൻ ആൻജിയോപ്ലാസ്റ്റിന് വേറെ വരുന്നുണ്ട്. സാധാരണ ബൈപ്പാസിന് ബൈഫ്രിക്കേഷൻ രണ്ട് രക്തക്കോല് ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് വികസിക്കും മറ്റേത് അടയും അല്ലെ, രണ്ടും ജംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഒന്ന് വികസിപ്പിക്കും മറ്റേ അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ബലൂൺ നമ്പർ ടെക്നിക്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് സ്റ്റെന്റുകൾ വെച്ചുകൊണ്ടുള്ള ബൈഫ്രിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. അങ്ങനെ കുറെ അഡ്വാൻസ് ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം സമയമെടുത്ത് കോംപ്ലിക്കേഷൻ ഇല്ലാതെ ടീമായിക്കൊണ്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാതെ പേഷ്യന്റ് എല്ലാ ബ്ലോക്കും മാറ്റി കൊടുക്കുക. അതിനു വേണ്ടിയുള്ള വേറെ ഇത് IVS ഒരു ക്യാമറയാണ് ആക്ച്വലി, ഇന്റർവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറയും. അത് ക്യാമറയാണ്. ഈ ക്യാമറകൾ നമ്മൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ രക്തക്കോലിന്റെ ഉള്ളിൽ നോക്കിയാൽ ബ്ലോക്ക് ഫുൾ മാറിയിട്ടുണ്ടോ, എത്ര സൈസ് ഉണ്ട്, നമുക്ക് എത്രത്തോളം വികസിപ്പിക്കാനുണ്ടോ, എത്ര സ്റ്റെന്റ് ഇടണോ, എത്ര വലുപ്പമുണ്ട്, എല്ലാം നമുക്ക് അറിയാം. പെർഫെക്ഷൻ ആവും. നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ മാക്സിമം പെർഫെക്ഷനിൽ കംപ്ലീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള IVS പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഇതെല്ലാം ഒരു വർക്കാണ്. ടൈം ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരുന്ന എല്ലാ പേഷ്യൻസിനും ഒട്ടുമിക്ക ബൈപ്പാസ് വരുന്ന പേഷ്യന്റ് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് മാറ്റാൻ കഴിയും. പിറ്റേഴ്സ് തന്നെ അവർക്ക് വീട്ടിൽ പോകാം. 2 ദിവസം കൊണ്ട് അവർക്ക് അവരെ ബാക്ക് ടു നോർമൽ ലൈഫായി. സർജറി പോലത്തെ കോംപ്ലിക്കേഷൻസ് ഇല്ല, റെസ്റ്റ് വേണ്ട. അവര് പല ജോലിക്ക് നടന്ന് റിലാക്സ് ആയി മാറും. നമ്മള് ചുരുക്കിയ നമ്മള് പൊതുവെ ബൈപ്പാസിന് എഗൻസ്റ്റ് അല്ല കേട്ടോ. അല്ല, എനിക്ക് അതല്ല വേറൊരു കാര്യം ചോദിക്കലത്, ഈ ബൈപ്പാസും ഇതും ചെയ്യുന്നതിന് കോസ്റ്റ് ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? ഏകദേശം ഒരേപോലെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. പലപ്പോഴും ചിലപ്പോൾ ഇത് കുറവായിരിക്കും. അതെ, അല്ല അതാ ഞാൻ വെച്ചാൽ ഒരു 1.5 മാസത്തോളം ബൈപ്പാസ് ആകുമ്പോൾ വീട്ടിലിരിക്കണം, ഒരു പണിയും ചെയ്യാനും പറ്റില്ല. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് ബൈപ്പാസ് വേണ്ട കേസിൽ ബൈപ്പാസ് ചെയ്യുന്നതിനോട് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞത് മുഴുവനും ബൈപ്പാസ് ഡോക്ടർ പറഞ്ഞു, ഓക്കെ, പക്ഷെ പേഷ്യന്റിന് താല്പര്യമില്ല. അപ്പൊ പെട്ടില്ലേ, പേടിയാണ്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വയ്യ, ഗൾഫിലാണ് ജോലി, തിരിച്ചു പോകണം, അല്ലെങ്കിൽ മാനുവൽ ലേബർ ആണ്. ചില ആൾക്കാർ എനിക്ക് മുക്കുവന്മാരൊക്കെ ഉണ്ട്, അവർക്ക് പറ്റില്ല, ബൈപ്പാസ് പ്രയാസമാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മൾ ബൈപ്പാസിന് തന്നെ നിർബന്ധിച്ചാലാണ് ഈ ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് പല സ്ഥലത്തൊക്കെ അവിടെയാണ് അവർക്ക് പ്രശ്നം പറ്റും. ആ ആളുകൾക്ക് ഈ ഒരു വളരെ നല്ലതാണ്, ബൈപ്പാസ് ഇല്ലാണ്ട്. എന്നാൽ ബൈപ്പാസിനോളം ഒപ്പിച്ചിട്ടുള്ള റിസൾട്ട് കിട്ടും. അത് ഒരു മറ്റെന്താ വെച്ചാൽ ബൈപ്പാസിന് റെഡി ആയിട്ട് കിടക്കുന്ന ഒരാൾ ഇറങ്ങി പോരുത്. ബൈപ്പാസിന് മനസ്സിലായി, നമ്മള് അങ്ങനെയല്ല. ബൈപ്പാസ് എന്തായാലും അതിനോട് നമുക്കിപ്പോ അതിനോട് എന്തെങ്കിലും ഒരു ഇൻഹിബിഷൻ ഉണ്ട്, രണ്ടിലും ഒരു പകുതിക്ക് നിൽക്കുന്ന ലെവലിലുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ വലിയതായിട്ട് പേടിക്കും വേണ്ട. അല്ലാതെ വേറെ ബൈപ്പാസ് കഴിഞ്ഞ ആളുകൾക്ക് ബ്ലോക്ക് വരാം, അതും നമ്മൾ ഇതുപോലത്തെ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് പലപ്പോൾ ഓപ്ഷൻ ഇല്ലാതെ ബൈപ്പാസ് ചെയ്യാൻ എളുപ്പമില്ല, ഇതെന്താ വെച്ചാൽ ഏത് സർജറി ആണെങ്കിലും ആദ്യം കട്ട് ചെയ്യുമ്പോൾ സുഖം, പിന്നെ അപ്പൊ പണിയാണ്. അപ്പൊ നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്ത ഭാഗം തന്നെ നമ്മൾ തുറന്നു കൊടുക്കും, അല്ലെങ്കിൽ അവരെ നോർമൽ ആയിട്ടുള്ള പണ്ടേ അടഞ്ഞ രക്തക്കോല് തുറന്നു കൊടുക്കും. അങ്ങനെ അവർക്ക് ആക്ച്വലി നോർമൽ ഹെൽത്തിലോട്ട് ഹാർട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ രക്തക്കോളിലും ചിലപ്പോൾ തുറക്കാറുണ്ട്, ബൈപ്പാസ് വെച്ച് ഗ്രാഫ്റ്റിലും തുറക്കാറുണ്ട്. രണ്ടിനും 2 ടെക്നിക്കാണ്. ഓക്കെ ഫൈൻ. അപ്പൊ അതിപ്പോ മനസ്സിലായി പിടിച്ചത്. ഇനി നമുക്ക് പറയാനുള്ള അടുത്തൊരു ടോപ്പിക് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പേസ് മേക്കർ ഒക്കെ വെക്കുമ്പോൾ പേസ് മേക്കറുകൾ എല്ലാവരും വെക്കുന്നുണ്ട്, കോമൺ ആണ്. പക്ഷേ ലേറ്റസ്റ്റ് ആൻഡ് വളരെ ചെറിയ സാധനം, അതിന്റെ ഒരു എക്സ്പേർട്ട് ആണ് ഡോക്ടർ ഗഗനാണ് ഇവിടെ നമ്മൾ ഡോക്ടർ ഗഗൻ അതിനെ കുറിച്ച്. അപ്പൊ ഡോക്ടറെ, നമ്മളിപ്പോ 3ാമത്തെ ടെക്നിക്കാണ് പറയുന്നത്, മൈക്ര എന്ന് പറയുന്നത് വളരെ ചെറിയ കുഞ്ഞതായിട്ടുള്ള പേസ് മേക്കർ എന്നുള്ളത്. അത് കയ്യിലുണ്ടോ? ഇതാണ് മൈക്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പേസ് മേക്കർ. ഇതില് ആക്ച്വലി ഒരു ബാറ്ററി ഉണ്ട്, അതിനെ കൺട്രോൾ ചെയ്യുന്ന ചിപ്പ് കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ ഫൈനലി ആ ഹാർട്ടിലേക്ക് ഘടിപ്പിക്കുന്ന മൈക്രോസ്കോപ്പിക് ലീഡ് എല്ലാം അടക്കി ഈ ഒരൊറ്റ പാക്കേജിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് പേസ് മേക്കറുള്ള ടെക്നോളജി. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത് ആക്ച്വലി? ശരിക്കും നമ്മൾ ഈ പേസ് മേക്കർ വേണ്ട രോഗികൾക്ക്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേസ് മേക്കർ മിടിപ്പ് കുറയുന്ന അസുഖങ്ങൾക്കാണ് പേസ് മേക്കർ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പേസ് മേക്കർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അല്ല, ഞാൻ ചോദിക്കാൻ നിൽക്കുന്നത്, ഇതിപ്പോ ചെറുത് മൈക്ര പറഞ്ഞു, അപ്പൊ ശരിക്കുള്ള പേസ് മേക്കർ എത്ര ഉണ്ടായിരുന്നു സൈസ്? കാണിച്ചു തരാം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് പേസ് മേക്കർ. ഇത് പേസ് മേക്കർ ഈ ഡിവൈസ് ആണെങ്കിൽ കൂടുതൽ നീളത്തൊരു വയർ വരും. അപ്പൊ അതെല്ലാം കൂടി ഈ പേസ് മേക്കർ വെക്കുന്നത് ആക്ച്വലി നമ്മുടെ ഈ ഷോൾഡറിന്റെ അവിടെ വരുന്ന സ്കിന്നിന്റെ അടിയിലാണ്. അതിന്റെ അറ്റത്തുനിന്ന് ഒരു വയർ നല്ല നീളത്തിൽ വന്ന് ഹാർട്ടിന്റെ അകത്തേക്ക് ഏതെങ്കിലും അറയിലേക്ക് ഘടിപ്പിക്കുന്നതാണ് ഫുൾ ആയിട്ട് പേസ് മേക്കറിന്റെ ഒരു പ്രൊസീജിയർ. ഇത് യൂഷ്വലി ഒരു മൈനർ സർജറിയാണ്.
നമ്മളൊരു ചെറിയ ഇൻസിഷൻ പോലെ ഉണ്ടാക്കി അത് പേസ് മേക്കർ ഇട്ട് അവിടെ സ്റ്റിച്ച് ഇട്ട് പിന്നെ ക്ലോസ് ചെയ്ത് പേഷ്യന്റിന് ഒരു അപ് ടു ഒരാഴ്ച വരെ സ്റ്റിച്ച് ചെയ്യാൻ ടൈം കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ആ ഇട്ട ഭാഗത്ത് കൈ അധികം അനക്കരുത്, അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മാത്രമല്ല ഈ പേസ് മേക്കർ പറ്റാത്ത ചില രോഗികളുണ്ട്. ഉദാഹരണത്തിന് ഈ പേസ് മേക്കർ വെക്കുന്ന രോഗികൾ ഭൂരിഭാഗം നല്ല പ്രായമുള്ള വ്യക്തികളായിരിക്കും. അപ്പൊ ഈ ഓപ്പറേഷൻ എന്നൊരു ചെറിയ മുറിവും അതിനോടുണ്ടാവുന്ന ബുദ്ധിമുട്ട് പലപ്പോഴും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. മാത്രമല്ല ഈ രോഗികൾ ഒരു പ്രൊസീജിയറിന് കിടക്കാൻ പാകാത്ത രീതിയിലും ക്ഷമ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇതിലൊക്കെ ഇത്രയും വരുന്ന ഫുൾ മെക്കാനിസം അത് കമ്പനിക്കാര് മൈക്രോസ്കോപ്പിക് ആക്കി ഈ ഒരു ഫുൾ ഡിവൈസിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നൂതനമായ ടെക്നോളജി. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി നമ്മുടെ ഈ കാലിന്റെ തൊടയുടെ ഞരമ്പ് വഴി ചെറിയൊരു കീഹോൾ മുഖേന ട്യൂബിന്റെ അറ്റത്ത് ഇത് ഘടിപ്പിച്ച് അത് ഹാർട്ടിനകത്തോട്ട് എത്തിച്ച് അവിടെ ഘടിപ്പിക്കുന്നതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയറിന്റെ ചുരുക്കം. അപ്പൊ നമ്മൾ ഈ പടത്തിൽ കാണുന്നത് നമ്മുടെ പേസ് മേക്കർ, ഇത് നമ്മുടെ ഹാർട്ടാണ്. ഹാർട്ടിന്റെ അകത്തൊരു അറക്കകത്ത് നമ്മുടെ പേസ് മേക്കർ ചെറിയ ഹുക്ക് വഴി അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാണ്. ഇത് ലൈഫ് ലോങ് അവിടെ തന്നെ കിടക്കും. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ വർക്കിംഗ് സർക്യൂട്ട് എക്യുപ്മെന്റ്സ് ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ വരും. ബാറ്ററി ഇപ്പോ ക്ലോസ് ടു 10 years ഒക്കെ കിട്ടും. ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്ന അപ് ടു 15 years കിട്ടും. അതൊക്കെയാണ് ഇപ്പൊ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്നോളജി. അപ്പൊ യൂഷ്വലി ഇത് ഇട്ട് കഴിഞ്ഞാൽ പേസ്മേക്കറിന് അതിൻ്റെ ഒറ്റ യാതൊരു രീതിയിലും വെറി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ഓട്ടോമാറ്റിക് അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണ് എന്റെ ഏറ്റവും. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ 60 വയസ്സിൽ ഒരാൾ പേസ് മേക്കർ യൂസ് ചെയ്തെന്ന് വെച്ചാൽ 10 കൊല്ലം കഴിഞ്ഞ് 70 വയസ്സായി. 70 വയസ്സിൽ ഇത് എടുത്തിട്ട് വീണ്ടും എടുക്കണ്ട, ഇത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ഇങ്ങനത്തെ 3 വരെ ഒരാളുടെ ഹാർട്ടിലിടാം. ഓക്കെ. ഇപ്പൊ 15 കൊല്ലം വരെ കിട്ടുന്നുണ്ട്. 3 എന്ന് പറഞ്ഞാൽ 45 കൊല്ലം, 105 കൊല്ലം എത്തും. അതെ, അല്ല നമ്മുടെ ലൈഫ് സ്പാൻ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. 60 പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ അല്ല, അത് നല്ലൊരു സംഭവമാണ്. അല്ല, അപ്പൊ എടുക്കാതെ ഇടാം. ഓക്കെ, അല്ല അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നമ്മൾ ഹാർട്ടിൽ ഒരു സാധനം വെക്കുന്നു എന്നൊക്കെ പറയുമ്പോ അത് വെച്ചുകൊണ്ട് വല്ല പ്രശ്നവും വരുമെന്നാവും അടുത്ത ചോദ്യം. ഒന്നുമില്ല, സേഫ് ആണ്. ഇതിന് കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. സാധാരണ ഇപ്പം ഈ ഇവിടെ ചെറിയ മുറിവ് നടത്തിയിട്ടാണ് പറഞ്ഞല്ലോ. ഇപ്പൊ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളിക കഴിക്കുന്ന ഒരാള്, വാൽവിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളിക, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളിക. അപ്പം അവിടെ അവർക്ക് കീറുമ്പോ ബ്ലീഡിങ് വരും. ഇതിലാ പ്രശ്നമില്ല. പിന്നെ ഒരു ദിവസം ചെയ്ത പിറ്റേ ദിവസം പോകും. കാലിൽ ചെറിയ ട്യൂബല്ലേ ഇടും, അപ്പൊ തന്നെ നടക്കാം, അപ്പൊ തന്നെ ചെയ്യാം. പിന്നെ ഏറ്റവും എന്താ വെച്ചാൽ ഈ മുറിവിന്റെ ഇൻഫെക്ഷന്റെ പരിപാടിയൊന്നുമില്ല. മുറിവ് ഉണങ്ങി അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ കാഴ്ചക്ക് പ്രശ്നമുള്ള ആളുകൾക്കും പറ്റിയതാണ്. ഇപ്പം മുമ്പൊന്നും ചെറിയ ആൾക്കാർ, പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഇത് പറഞ്ഞിരുന്നില്ല. ഇപ്പൊ 15 കൊല്ലമൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോ ചെറുപ്പമുള്ള ആൾക്കാർക്കും എങ്ങായ ആൾക്കാർക്ക് വേണമെങ്കിൽ. അല്ല, അതടുത്ത് ചോദിക്കുന്നത്, പലരും പറയും വലിയ പ്രായമായ ആൾക്കാർക്ക് മാത്രമേ ഹാർട്ടിന് അസുഖം വരുള്ളൂ എന്ന്. അങ്ങനെയല്ലല്ലോ, വരാം. അപ്പൊ അവർക്കൊക്കെ ഇടുമ്പോ ഈ പറഞ്ഞ പോലെ 45 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ ടൈം ആണല്ലോ. പക്ഷെ അപ്പോഴത്തേക്ക് ആവുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 15 വർഷം നല്ലത് 20-25 വർഷമുള്ള ബാറ്ററീസിലേക്ക് വരുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലും ചെറുതായിരിക്കും. അതെ, അതാവും ഒക്കെ മൈക്രോ ചിപ്പ്, നാനോ ചിപ്പിലേക്ക് എത്തുമായിരിക്കും. മൈക്രോ പോയിട്ട് നാനോ ഉണ്ടാവും. അങ്ങനെ. അപ്പൊ മൈക്ര വളരെ നല്ലതാണ്. നമുക്ക് നാനോ ആയിട്ട് വേണമെങ്കിൽ നിർത്താന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടോപ്പിക് CRTD, വായിൽ ഒതുങ്ങാത്തൊരു പേരാണ് CRTD. പക്ഷെ നമുക്ക് ഡോക്ടറെ കൊണ്ട് പറയിപ്പിക്കണം. ശരി ഡോക്ടർ, നമുക്ക് അതിനെ കുറിച്ച് പറയാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ, ഈ സംഭവം ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഹാർട്ട് പെട്ടെന്ന് അടിച്ചടിച്ച് ആൾക്കാർ ഞെട്ടി വരുന്നത്. ഈ ഒരു സംഭവം മൊത്തം ഈ സിസ്റ്റമാണ് അത്ര ഹാർട്ടിന്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന ഈ CRTD എന്നുള്ള ഓമന പേരിൽ പറയുന്ന ഐറ്റം. അതെന്താണെന്ന് നമുക്ക് ഡോക്ടറോട് ചോദിച്ചു നോക്കാം. അപ്പൊ ആ മെഷീൻ തന്നെയാണോ നമുക്ക് ഹാർട്ടിൽ വെക്കാൻ പറ്റുന്ന മെഷീനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്? അതെ, ആ മെഷീൻ തന്നെയാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലെ ഷോക്ക് അടിക്കുന്നു. പേഷ്യന്റിന് പെട്ടെന്ന് മെഡിക്കൽ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടിവിയിലോ മൂവീസിലോ ഒക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്നാക്കും. അപ്പൊ അതിൽ ഡീഫിബുലേഷൻ, ഷോക്ക് ചെയ്യിക്കുക. അപ്പൊ അതേ സംഭവം തന്നെയാണ് നമ്മൾ ഈ ഡീഫിബുലേറ്ററിൽ വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷെ അതല്ലാത്ത വേറെ കുറച്ച് ഫംഗ്ഷൻ, അതിനേക്കാളും കുറച്ചും കൂടി പിന്നെ എക്സ്ട്രാ ഫംഗ്ഷൻസും കൂടി ഇതിൽ ചെയ്യുന്നുണ്ട്. ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി കൂടുന്ന ഫംഗ്ഷൻസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡീഫിബുലേറ്ററിൽ ഇതിന്ന് ഹാർട്ടിൽ നിന്ന് 3 ലീഡ് ഉണ്ടാവും. ഹാർട്ടിലേക്ക് 3 ലീഡ് ഇട്ടിട്ട് ഈ ഹാർട്ടിന്റെ ഇടതുവശവും വലതുവശവും ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു കോർഡിനേറ്റഡ് കോൺട്രാക്ഷൻ, അതിന്റെ ഈ രണ്ടിന്റെയും പ്രവർത്തനം ഒരേപോലെ ഒരേ സമയം നടക്കാത്തതുകൊണ്ടാണ് ഹാർട്ട് ഫെയിലിയറിന്റെ സിംറ്റംസ് വല്ലാതെ പേഷ്യന്റിന് വരുന്നത്. വേണ്ട രീതിയിലുള്ള പമ്പിങ് നടക്കില്ല. അപ്പൊ ഹാർട്ടിന് ലോ കാർഡിയക്, ഹാർട്ടിന്റെ ഔട്ട്പുട്ട് കുറവുള്ള അതിന്റെ എല്ലാ സിംറ്റംസും പേഷ്യൻസിന് ബുദ്ധിമുട്ട്, കാലിൽ നീര് വരിക, നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ വരിക, അങ്ങനെയുള്ള പരിപാടി. ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ടിന്റെ ഇടതുവശവും വലതുവശവും തമ്മിൽ
ഒരു സിംഗ്രണൈസ്ഡ് ആയിട്ട് ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ട് കോൺട്രാക്ഷൻ. ഒരു കൈ ഇങ്ങനെ പോകുമ്പോൾ ഒരു കൈ ഇങ്ങനെ പോകുന്നത്, രണ്ടും കൂടെ ഒരു കൈ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു ബലൂണിൽ വെള്ളം നിറച്ചു, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഞെക്കി കാര്യമായി വെള്ളം പോരില്ല, ഇങ്ങോട്ടാലും പോരില്ല. അപ്പൊ രണ്ടും ഒരേ സമയം ഞെക്കി കഴിഞ്ഞാൽ വേണ്ട കറക്റ്റ് ആയിട്ട് നല്ലൊരു ഗുഡ് ഔട്ട്പുട്ട്, വെള്ളം ശരിക്കും പുറത്തു വരും. ഇതേപോലെ തന്നെയാണ് ഒരു ഹാർട്ട് ഫെയിലർ ഉള്ള പേഷ്യന്റിന്റെ ഈ ഹാർട്ടിലെ അറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം കോർഡിനേറ്റഡ് ആയിട്ട് റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും കോൺട്രാക്ട് ചെയ്യുമ്പോൾ പേഷ്യന്റ് നല്ല കാർഡിയക്, 4 അറകൾ ഒരേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം കിട്ടും. പിന്നെ അതിന് പുറമെ വേറെ കുഴപ്പമുണ്ട്. ഇത്തരം പേഷ്യന്റിന് എനി ടൈം കാർഡിയാക് അറസ്റ്റിന് ചാൻസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൂവീസിലൊക്കെ പെട്ടെന്ന് പേഷ്യന്റ് ഹാർട്ട് നിന്ന് പോകുന്ന വളരെ അബ്നോർമൽ ആയിട്ടുള്ള ഹാർട്ടിന്റെ മിടിപ്പിന് വരുന്ന അവസ്ഥ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഷോക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ മെഷീനുള്ള ആളുകളാണെങ്കിൽ, ഇത് ഫിറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്ന് ഈ മെഷീൻ സെൻസ് ചെയ്യും. എന്നിട്ട് ഹോസ്പിറ്റലിൽ വരേണ്ട ആവശ്യം വരുന്നില്ല, പെട്ടെന്ന് മെഷീൻ തന്നെ ഷോക്ക് ചെയ്യുന്നു, പേഷ്യന്റ് ബാക്ക് ടു നോർമൽ പോകുന്നു. അപ്പൊ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഹാർട്ടിന്റെ കുഞ്ഞനാണെങ്കിലും സംഭവമാണ്, ഹാർട്ടിന്റെ പമ്പിങ് കാലക്രമേണ കൂട്ടി വരുന്നു, പേഷ്യന്റ് നല്ല കാർഡിയാക് ഔട്ട്പുട്ട് കിട്ടുന്നു. അതേസമയം ഇതുപോലെ ഷോക്ക് ചെയ്യേണ്ട ആവശ്യത്തിൽ ഇത് സെൻസ് ചെയ്തിട്ട് പേഷ്യന്റിനെ ഷോക്ക് ചെയ്തിട്ട് ആ പേഷ്യന്റിനെ നോർമൽ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഈ പേഷ്യൻസിന് ഇടക്കിടക്ക് വരുന്ന ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ഇത്തരം പേഷ്യന്റിന് ഇടക്കിടക്ക് അഡ്മിറ്റ് ആവേണ്ട സാഹചര്യം വരുന്നുണ്ട്. അതൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും, നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പേഷ്യന്റ്. കാർഡിയാക് റീസിൻക്രണൈസേഷൻ തെറാപ്പി, ഡി എന്ന് വെച്ചാൽ വിത്ത് ഡീഫിബ്രിലേഷൻ. ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല. ശരി. അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഡിവൈസ് തന്നെയാണ് ഈ ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 വയറ് വരുന്നുണ്ട്, 3 കോയിൽ. അത് 3 അറകളിലേക്കാണ് പോകുന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അതിൽ ഒരു കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഷോക്ക് കൊടുക്കുന്ന കോയിലാണ്. ബാക്കി 2 കോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി പമ്പിങ് കൂട്ടാൻ ഉപയോഗിക്കുന്ന സിംഗ്രണൈസേഷന് വേണ്ടിയിട്ടുള്ള കോയിലാണ് കേട്ടോ. അപ്പൊ അത്രയും പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടാൻ പറ്റുന്ന അത്രയും നല്ല ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി, ഇതും വൻ സംഭവമാണെന്ന് മനസ്സിലാക്കാൻ സംഭവിച്ചു. പക്ഷെ നമുക്ക് ഡോക്ടർമാരെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ അല്ലെ. നമുക്ക് അറിയേണ്ട കുറച്ച് സിമ്പിൾ ആണെങ്കിലും കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ 10 ചോദ്യങ്ങൾ ഞാൻ റാൻഡം ആയിട്ട് ചോദിക്കാം, റാപ്പിഡ് ഫയർ പോലെ ചോദിക്കാം. ഓക്കെ, ഓക്കെ. അപ്പൊ ആദ്യം തന്നെ തഹസിൻ ഡോക്ടറോട്, സ്മോക്കിംഗ് ആൽക്കഹോളിസം ഇസ് ഗുഡ് ഫോർ ഹാർട്ട്? അയ്യോ അല്ല, ഏറ്റവും വലിയ പ്രശ്നം കുടിച്ചാ 30 ml ഒക്കെ കുടിച്ചാൽ കുഴപ്പമില്ലാന്ന് ആരോ പണ്ട് പറഞ്ഞു. ഇല്ല, തീരെ തൊടാൻ പാടില്ല. രണ്ടും തൊടാൻ പറ്റില്ല. ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും കൊല്ലത്തിൽ ഒരിക്കൽ കുടിച്ചാ അത് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ പൊതുവെ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് സ്മോക്കിംഗ് പ്രശ്നമാണോ, 6 ഇരട്ടി റിസ്ക് ആണ് അറ്റാക്ക് വരാൻ. ആൽക്കഹോളിന്റെ എത്ര ഇരട്ടി എന്നുള്ളൊരു വാല്യൂ പറയാൻ പറ്റില്ല. ആൽക്കഹോളിസവും നല്ലതല്ല. ആൽക്കഹോൾ അത് മാത്രമല്ല, 100,000 പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. അപ്പം ഒഴിവാക്കുക. ഇനി അടുത്ത ചോദ്യം, ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ വരെ അറ്റാക്ക് വരുമോ? ഒരു മിനിറ്റ് ആലോചിച്ചേ. ഹാർട്ടിന്റെ രക്തക്കുഴലിലുള്ള കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അറ്റാക്ക് വന്ന് ഹാർട്ട് പമ്പിങ് അപൂർവമാണ്, അപൂർവമായിട്ട് കാണാം. എന്നാലും വരാൻ പറ്റും. എക്സസൈസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഒരാൾ കുഴഞ്ഞു വീണ് വയ്ക്കുന്നു? ഇല്ല, ഇപ്പോൾ ഒരാൾക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് വിചാരിക്കും. 2 എക്സസൈസിൽ കുഴഞ്ഞു വീഴുന്നത് പ്രധാനമായിട്ട് 2 കാരണം. ഒന്ന് ബ്ലോക്കിന്റെയാണ്, 2 ഹാർട്ടിന്റെ മസിൽ തടിച്ചിട്ടുള്ള ഒരു ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ 2 സാധനത്തിലും പെട്ടെന്ന് ഹാർട്ടിന് താളം തെറ്റാം. അല്ല, സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ആളും പെട്ടെന്ന് ഒരു ദിവസം ചെയ്യുമ്പോൾ പെട്ടെന്ന് മരിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്ന സാധനമല്ലേ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കണമെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ ബ്ലോക്ക് ഇങ്ങനെ കൂടി ആദ്യം 70 ബ്ലോക്ക്, 80 ബ്ലോക്ക്, 90 ബ്ലോക്ക്, 95 ബ്ലോക്ക്, 98 ബ്ലോക്ക്, 100 ബ്ലോക്ക്. അങ്ങനെയല്ല. 70 ബ്ലോക്കുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ ചെറിയ പൊട്ടൽ വരുമ്പോൾ അവിടെ രക്തം കട്ട പിടിച്ചിട്ട് 70 ഒറ്റയടിക്ക് 100 ആണ്. ഹാർട്ട് അറ്റാക്ക് അങ്ങനെ വരിക. അപ്പൊ ഈ പെട്ടെന്ന് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ബ്ലോക്കുള്ള ഒരാൾക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പ്രഷർ അല്ലേ, രക്തം ഒഴുകല്ലേ, സ്പീഡിൽ ഒഴുകല്ലേ. അപ്പൊ ഈ ബ്ലോക്കിന്റെ കവറിംഗ് ഉണ്ട്, ഈ കവറിംഗ് ഒരഞ്ഞൊരഞ്ഞ് അവിടെ ഒരു പൊട്ടൽ വരും. അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ കോട്ടിംഗ് പോകും. കോട്ടിംഗ് പോയി അപ്പം രക്തം കട്ടുപിടിക്കും. അപ്പൊ അല്ലെങ്കിലേ സ്ഥലമില്ല, 70% ഓൾറെഡി ബ്ലോക്ക് കൊണ്ട് പോയി കിടക്കുക, ആകെ 30% ഉള്ളൂ. ആ 30%-നുള്ളിൽ രക്തക്കട്ടം കൂടി വന്നാൽ അടഞ്ഞു. അപ്പൊ ഇനി ഞാൻ ചോദ്യം ചോദിക്കരുതെന്നൊക്കെ പറഞ്ഞ, എന്നാലും പെട്ടെന്ന് ചോദിക്കാൻ, എനിക്കിപ്പോ ഒരു പ്രശ്നം ഉണ്ടോന്ന് എനിക്ക് അറിയണം, ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് നിങ്ങളെ റിസ്ക് ലെവൽ അറിയണം. കണ്ടാ കുറച്ച് ബേസിക്കലി നിങ്ങൾ റിസ്ക് സ്കോർ, നമ്മൾ പല സ്കോറിംഗ് മെത്തേഡ്സ് ഉണ്ട്. റിസ്ക് സ്കോർ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം ടെസ്റ്റുകൾ ചെയ്യണം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ECG നോക്കാം, ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷണൽ കപ്പാസിറ്റി നോക്കാം, ട്രെഡ്മിൽ ടെസ്റ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. പിന്നെ റിസ്ക് പ്രോബിലിറ്റി വളരെ കുറവുള്ള ആളുകൾക്ക്
ബ്ലോക്ക് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് CT ആൻജിയോ പോലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. പ്രോബിലിറ്റി കൂടുതലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് കുറച്ച് സിംറ്റംസ് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഇത്തരം ബ്ലോക്കുകളൊക്കെ കണ്ടുപിടിക്കാം. ഓക്കെ. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അറ്റാക്ക് വരാം? അറ്റാക്ക് വരാൻ ഒരുപാട് ഒന്ന് മാത്രമേ കൊളസ്ട്രോൾ ഉള്ളൂ. ഇത്തിരി കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? അതെങ്ങനെ കണ്ടുപിടിക്കണം? ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മരുന്ന് കൊടുക്കും, ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ കൊടുക്കില്ല, ചില ഒരേ വാല്യൂ ആണെങ്കിലും കൊടുക്കില്ല. അത് റിസ്ക് ഫാക്ടർ വെച്ചിട്ടാണ്. ഇപ്പൊ പ്രമേഹക്കാർക്ക് കൊളസ്ട്രോൾ കുറച്ച് കുറഞ്ഞ ലെവലിൽ തന്നെ മരുന്ന് തുടങ്ങണം. പ്രഷറുള്ള ആളുകൾക്ക്, പാരമ്പര്യ ഹാർട്ട്, അവർക്ക് അത് റിസ്ക് ഫാക്ടർ വെച്ചിട്ട് കൂടുതൽ റിസ്ക് ഫാക്ടർ ഉള്ള ആളുകളാച്ചാൽ ചെറിയ അളവിൽ തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതല്ലാത്ത നോർമൽ ആളുകൾക്ക് ഒരു ലെവൽ, ഇപ്പൊ LDL 190 അതിന് മേലെ മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ട് ചെറുപ്പം മുതലേ സ്റ്റാർട്ട് ചെയ്യേണ്ട. എപ്പോഴും തുടക്കത്തിൽ നമ്മൾ ബാക്കി പറയണം, ഡയറ്ററി റെസ്ട്രിക്ഷനും ഫിസിക്കൽ ആക്ടിവിറ്റി, അതൊക്കെ തന്നെ ഇതിനെപ്പോഴും മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കും. ഒരു അച്ഛനും അമ്മയ്ക്കും പ്രശ്നമുണ്ട്, ഹാർട്ടിന് ഒരു കുഴപ്പമുണ്ട്, കുട്ടികൾക്കും പ്രശ്നം വരുമോ? അതിന്റെ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവർക്ക് സംശയമുള്ളവർക്ക് നമ്മൾ ചെക്കപ്പ് ചെയ്യാനാണ് പറയുക. അതേ സമയത്ത് അതിന്റെ ലക്ഷണങ്ങൾ കാര്യമായിട്ട് സംശയം പോലത്തെ വേദനയോ കിതപ്പോ അങ്ങനെയുള്ളവർക്ക് നമ്മളൊരു എത്രയും നേരത്തെ ഫുൾ കാർഡിയക് ചെക്കപ്പ് ചെയ്യാനാണ് റെക്കമെൻഡേഷൻ ചെയ്യുക. അതേ സമയത്ത് ഫാമിലി ഹിസ്റ്ററി ഉള്ള എല്ലാ വ്യക്തികൾക്കും അസുഖം വരണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ടെൻഷൻ അടിക്കണ്ട എന്നാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഇപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞു, ഞാൻ ആൾക്കാരോട് പറയില്ല വെച്ചാല് നമ്മള് പറയില്ലേ അമ്മയുടെ മൂക്ക് കിട്ടി, അച്ഛന്റെ കണ്ണ് കിട്ടിയെന്ന്, അതുപോലെ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് കിട്ടിയെന്ന് ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടൂല. ചിലപ്പോ അമ്മയുടെ കിട്ടിയിട്ടുണ്ടോ, അമ്മയുടെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അത് കിട്ടിയോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല, അതിനിടയ്ക്ക് ചില ആൾക്കാർ പറയുന്നത് ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വരുന്നത്. എന്താ സംശയം? അതെന്താ അങ്ങനെ? അതിന്റെ ശരിക്കുള്ള കാരണം വേറെ സംഭവം എന്ന് വെച്ചാല് 50 വയസ്സ് വരെ സ്ത്രീകൾ പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് മെൻസസ് ഉണ്ടാവുമ്പോൾ അവരുടെ ഹോർമോൺസ്, യൂട്രസ്, അതേപോലെ ഓവറീസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അവരുടെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. 50 വയസ്സിൽ മെൻസസ് നിന്ന് കഴിയുമ്പോൾ അവരുടെ റിസ്ക് കൂടും. അപ്പൊ 50 വയസ്സ് വരെയുള്ള നോക്കിക്കഴിഞ്ഞാൽ 90% ആണുങ്ങളായിരിക്കും. മനസ്സിലായി? അത് അതിന്റെ വേറൊരു ആസ്പെക്ട് ഉണ്ട്. യൂട്രസ് നേരത്തെ റിമൂവ് ചെയ്ത സ്ത്രീകൾക്ക് ഈ പ്രൊട്ടക്ഷൻ പോകും. അങ്ങനെ ഒരു പ്രശ്നം കൂടി അല്ലേ. ഇതന്നെ ഷുഗറും പ്രഷർ ഉണ്ടെങ്കിലും കുറച്ച് തൈറോയ്ഡ് ഉണ്ടെങ്കിലും പ്രഷർ ഉണ്ടെങ്കിലും കുറച്ചുകൂടി നേരത്തെ വരാം. പക്ഷെ യൂഷ്വലി അതേ ലെവലിലുള്ള ആണുങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെണ്ണുങ്ങൾ എന്നാലും കുറവാണ്. ഇതിൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് പലപ്പോഴും ലക്ഷണങ്ങൾ മൈൻഡ് ചെയ്യൂല, കോംപ്ലിക്കേഷൻ വരും. പലപ്പോഴും അവര് നെഞ്ചുവേദന വരുമ്പോ ഇരിച്ചില്ല, ഭർത്താവ് ഹസ്ബൻഡ് മൈൻഡ് ചെയ്യില്ല, അങ്ങനെ പുലി വരുന്ന പോയിട്ടുണ്ടാവും കുറെ പ്രാവശ്യം. അപ്പൊ മറ്റൊരാൾ ശ്രദ്ധിക്കൂല. 50 വയസ്സ് കഴിഞ്ഞ ഏകദേശം ഈക്വലാ. 60 വയസ്സിലെത്തുമ്പോ ഈക്വൽ ആവും. 50 വയസ്സിൽ നിന്ന് കൂടി വരും. 60 വയസ്സെത്തുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും ഈക്വൽ ആവും. അപ്പോഴാണ് ഈക്വൽ ആവുന്നത്. ശരി. അല്ല, അന്ന് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ പറയുന്ന മുട്ടയുടെ മഞ്ഞ കഴിക്കാം, മുട്ട കഴിക്കാം എന്നൊക്കെ, അതൊക്കെ സത്യമാണോ? കൊളസ്ട്രോൾ ഉള്ള ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട്? അങ്ങനെയല്ല, ബേസിക്കലി അങ്ങനെയല്ല. അതായത് പണ്ട് മുട്ടയുടെ വെള്ളയില് മഞ്ഞയില്, വെള്ളനെ കുറിച്ച് ആർക്കും അഭിപ്രായം അന്നുമില്ല, ഇന്നുമില്ല. കുട്ടിമിണ്ടില്ല. അല്ല, അത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ. ശരി സാർ. ഓക്കെ, അതായത് വെള്ളനെ കുറിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺട്രവേഴ്സി അവിടെ ഒന്നുമില്ല. യോക്ക്, അതായത് മഞ്ഞയില് കുറച്ച് ഇതുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല, കൊളസ്ട്രോൾ ഉണ്ട്. നമ്മളുടെ ബോഡിയിൽ 2 തരത്തിലുള്ള കൊളസ്ട്രോൾ ഉണ്ട്. ഒന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരുന്ന കൊളസ്ട്രോൾ, ഡയറ്ററി കൊളസ്ട്രോൾ. ഒന്ന് നമ്മുടെ ബോഡിയിൽ തന്നെ ലിവർ ഉണ്ടാക്കുന്ന കൊളസ്ട്രോൾ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഭക്ഷണത്തിൽ കൊളസ്ട്രോൾ വല്ലാണ്ട് കുറച്ചാലും ലിവർ അത്യാവശ്യം കൊളസ്ട്രോൾ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ കൂടുതൽ കഴിച്ചാൽ ലിവർ ഉണ്ടാക്കുന്ന ലിവർ തിരിന്ന് കുറയ്ക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. അത് നമ്മൾ നല്ലോണം കഴിക്കണേ ലിവർ കുറയ്ക്കും, നമ്മൾ അധികം കഴിക്കണേ ലിവർ മെയിൻറ്റെയിൻ ചെയ്യും. മനസ്സിലായി? അപ്പൊ ഇത് രണ്ടും തമ്മിൽ ബന്ധം, കുറച്ചൊരു ഡിസ്കണക്ഷൻ ഉണ്ട്. അതായത് ആൾക്കാർ പറഞ്ഞാൽ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടിയാൽ റിസ്ക് കൂടും, കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്നാൽ ഡയറ്റിൽ ഭക്ഷണം കഴിക്കണതിൽ കൊളസ്ട്രോൾ കുറച്ച് കൂടിയാലും ഭയങ്കരമായിട്ട് റിസ്ക് കൂടില്ല. ആ കൂട്ടത്തിൽ എഗ് യോക്കിന്റെ ഉള്ളിൽ വേറെയും കുറെ ഗുണമുള്ള സാധനങ്ങളുണ്ട്, വൈറ്റമിൻസും കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു മുട്ട കഴിച്ചിട്ട് പ്രശ്നമില്ല. അതേപോലെ തന്നെ സാധനമാണ് കോക്കനട്ട് ഓയിൽ. ഇതിലൊക്കെ എന്താ പ്രശ്നം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന് പഠനം നടത്താനുള്ള ബുദ്ധിമുട്ടെന്ന് ആലോചിച്ച് നോക്കും. അതായത് ഇതിലൊരു പഠനം നടത്തണമെങ്കിൽ 5 ലക്ഷം ആൾക്കാരെങ്കിലും വേണം. ഒരു ഇതിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ 5 ലക്ഷം ആൾക്കാർ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാനും പാടില്ല. എന്നിട്ട് ഒരു 15 കൊല്ലം വരെ ഫോളോ ചെയ്യണം. ഈ 15 കൊല്ലത്തിന്റെ ഇടയിൽ ഇയാൾ ആരെങ്കിലും കോക്കനട്ട് കഴിക്കാൻ പാടില്ലാത്ത ആൾ കഴിച്ചു പോയാൽ അയാൾ ഔട്ടായി. കഴിക്കണം എന്ന് വിചാരിച്ച ആൾ കഴിച്ചില്ലെങ്കിലും അയാൾ ഔട്ടായി. ഇങ്ങനെ ഒരു പഠനം നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ഊഹങ്ങളും കുറച്ച് സറോഗേറ്റ്സ് ഉണ്ട്. അതായത് കോക്കനട്ട് ഓയിലിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എത്ര ഉണ്ട്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എത്ര ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പൊതുവേ നല്ലതല്ല, അപ്പോൾ കോക്കനട്ട് ഓയിൽ അത്ര നല്ലതല്ല. ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങളാണ്. ഞാൻ പൊതുവേ എൻ്റെ ഒരു ഫീലിംഗ് പറഞ്ഞു ഇതിനെക്കുറിച്ച്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വെക്കുന്നൊരു ഡയറ്റിൽ ഒരു മീഡിയം കൺട്രോൾ,
നമ്മൾ എക്സസൈസ് പ്രോപ്പർ, ഓക്കെ. ഈ പ്രോപ്പർ എക്സസൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ ഡെയിലി നടക്കുക, അല്ലെങ്കിൽ ഫിഗറസ് ആയിട്ട് നടക്കുക. ഓക്കെ, നമ്മളൊന്ന് വേർക്കണം. വേർക്കണം കഴിഞ്ഞു. ഇനി ഹാർട്ടിന് അസുഖമുള്ള ആൾക്കാർ മെഡിസിൻസ് പക്ക സ്ട്രിക്റ്റ്, മീഡിയം ഫുഡ് കൺട്രോൾ, ആഡിക്വേറ്റ് എക്സസൈസ്, സ്ട്രിക്റ്റ് അഡറൻസ് ടു മെഡിസിൻസ്, അത്രയും മെയിൻറ്റെയിൻ ചെയ്താൽ രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഒക്കെ വളരെ കുറവാണ്. പിന്നെ ടെൻഷൻ അടിക്കണ്ട. അതാണ് എനിക്ക് വരൂ ബാക്കിയുള്ളവരുടെ കാര്യം കാണുമ്പോൾ ഒരു ടെൻഷനാണ്. അയ്യോ അത് വായിച്ചു ഇത് വായിച്ചു. പിന്നെ എന്താ വെച്ചാൽ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനങ്ങൾ അതൊക്കെ കൂടി ഗൂഗിൾ ഗുരുസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിലിപ്പം പണ്ടൊക്കെ എന്ന് വെച്ചാൽ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ ദൈവവചനം മതിയായിരുന്നു, കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ബാക്കിയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യും, അത് വേറൊരാൾക്ക് ദോഷം ചെയ്യും എന്നുള്ളത്. എന്താ ഫോർവേഡ് ചെയ്യുന്ന ആളെന്താ വിചാരിക്കണേ, ഇത് എനിക്ക് മനസ്സിലായില്ല, ആ ഗ്രൂപ്പിൽ ഇട്ടാല് അതിൽ വിവരമുള്ള ഒരാളത് പറഞ്ഞു തരുന്നാണ് വിചാരിക്കണം. ആരും ഉണ്ടല്ലോ, അവരെല്ലാരും ഫോർവേഡ് ചെയ്യും. അപ്പൊ പിന്നെ അവസാനമായിട്ട് റാപ്പിഡ് ഫയർ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്താണ്. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞു മരുന്നുകൾ കൊടുക്കുക സ്ട്രിക്റ്റ്, അപ്പൊ ഈ മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്ട്സ് അല്ലേ? അതോ ഈ ഹാർട്ട് അറ്റാക്കിന് ഉപയോഗിക്കുന്ന മരുന്നിന്റെ ഏറ്റവും വലിയ സൈഡ് എഫക്ട് എന്നുള്ളത് ആയുസ് കൂട്ടുന്നുള്ളതാണ്. വേറെ ഒന്നും കാര്യമായിട്ടില്ല, വളരെ കുറവാണ്. അതായത് നമ്മളുടെ ഇപ്പൊ പണ്ടൊക്കെ എന്നോട് ആൾക്കാർ ചോദിക്കും ഹാർട്ട് ഓൾറെഡി അടിച്ചു പോയി, കിഡ്നി അടിച്ചു പോകുന്നുള്ളതാണ്. അതാണ് ഈ കിഡ്നി ചില മെഡിസിൻസ് കഴിച്ചാൽ കിഡ്നിക്ക് കേടുണ്ട് എന്നുള്ള വിവരം ജനങ്ങളിൽ പലർക്കും ഉണ്ട്. അത് അവരുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു കൊടുത്ത വിവരമൊന്നുമല്ല, നമ്മൾ ഡോക്ടേഴ്സ് പറഞ്ഞു കൊടുത്ത വിവരം തന്നെയാണ്. അതായത് വേദനയുടെ ഗുളികകൾ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിവേദന സംഹാരികൾ ഒരു ഓവറായിട്ട് കഴിക്കരുത്, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഇത് കിഡ്നി ചെക്ക് ചെയ്തിട്ട് വരണം എന്ന് പറയുമ്പോഴാണല്ലോ അറിയണേ, അല്ലാതെ അറിയില്ലല്ലോ. അത് എല്ലാത്തിനും ഇല്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട്? എല്ലാ മെഡിസിൻസും നമ്മളൊക്കെ കഴിക്കുന്നില്ലേ? ഞാനും കഴിക്കുന്നുണ്ട് ഹാർട്ടിന്റെ മെഡിസിൻ. 5 ഗ്രാം ചെക്ക് ചെയ്തു, ചെറിയ ബ്ലോക്ക് ഉണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. കഴിക്കാണ്ട് എന്താ ചെയ്യാ? അപ്പൊ അത് ഇപ്പൊ ശരിക്കും മെഡിസിൻ കഴിക്കുന്നത് ഒരു കഷ്ടപ്പാടായിട്ടാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ഒരു 10-30 കൊല്ലം മുമ്പ് ഈ മെഡിസിൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ അത് മെഡിസിൻ കഴിച്ചിട്ട് കുറെ കാലം ജീവനോടെ ജീവിക്കുന്നു. പക്ഷെ എന്നാൽ പോലും അതിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടാണ് ആൾക്കാർ തിങ്ക് ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി. താങ്ക് യു.